മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് പോലെയല്ല ദൈവം നിങ്ങളെ കാണുന്നത്. ദൈവം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഇന്റൻഷനും നിങ്ങളുടെ ഉദ്ദേശവും നന്നായി അറിയുന്നു. ബാഹ്യമായി മനുഷ്യൻ വിലയിടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ദൈവം വിലയിടുന്നത് നമ്മുടെ ഇന്റൻഷനാണ്, നമ്മുടെ മനസ്സാണ്. ഇന്നത്തെ ആലോചനയിൽ പരിശുദ്ധാത്മാവ് തരുന്നത് ദൈവം വിശ്വസ്തനാണ്. ആരും കൂടെ നിന്നില്ലെങ്കിലും, ആരും കൈത്താങ്ങിയില്ലെങ്കിലും, ആരും കൈ പിടിച്ചുയർത്തിയില്ലെങ്കിലും നമ്മെ സഹായിക്കുവാൻ നമ്മളുടെ വിശ്വസ്തത എന്തെന്ന് അറിഞ്ഞ് നമ്മളോട് കൂടെ നിൽക്കുന്ന വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മോശയെ പറ്റി കാണുന്നത്, മോശ ദൈവഭവനത്തിലൊക്കെയും അവൻ വിശ്വസ്തനായിരുന്നു. തന്നെ ഏൽപ്പിച്ച കാര്യത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. പക്ഷെ മോശയെ മറ്റുള്ളവർ നോക്കിയപ്പോഴോ മോശ ഒരു കൊലപാതകനാണ്, ഒരു മിസ്രൈമിനെ കൊന്നു. പിന്നീടോ തൻ്റെ സഹോദരന്മാരുടെ കലഹത്തിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അവനെ അവർ അംഗീകരിച്ചില്ല, അവനെ ഉന്തിക്കളഞ്ഞു. ആ നാട്ടിലെ കോടതി പോലീസ് അന്വേഷിക്കുകയാണ്. ആ നാട്ടിലെ രാജാവ് മോശയെ അന്വേഷിക്കുകയാണ്. മിസ്രൈമിനെ കൊന്നില്ലേ? മോശ ഓടിപ്പോകേണ്ടി വന്നു. തന്റെ സ്വന്തം സഹോദരന്മാർ അവന് ജാമ്യം നിൽക്കില്ല, അവരെല്ലാം അവനെതിരായി മാറി. പക്ഷെ നോക്കിക്കേ, ദൈവം ഒരു ദർശനം കൊടുത്തപ്പോൾ അവൻ ആൾ മാറിയവനെ പോലെ ദൈവഭവനത്തിൽ അവൻ വിശ്വസ്തനാവുകയാണ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല ദൈവം ചിന്തിക്കുന്നത്. തെറ്റുകളെ ദൈവം ന്യായീകരിക്കുന്നതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് മോശയുടെ ഇന്റൻഷൻ എന്താണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. തൻ്റെ സഹോദരന്മാർ അവനെ വിശ്വസിക്കും, അവരുടെ രക്ഷകനായി അവനെ അംഗീകരിക്കും, അവൻ മുഖാന്തരം ആ ജനത്തിന് വലിയ രക്ഷ ഉണ്ടാകും എന്ന് മോശ മനസ്സിൽ കരുതിയിരുന്നു. പക്ഷെ സഹോദരന്മാർ അത് അവഗണിച്ചു കളഞ്ഞു, അവനെ ഉന്തിക്കളഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ, നല്ല ഇന്റൻഷനുകളെ ദൈവം നന്നായിട്ട് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്, അവൻ നിങ്ങളെ ഉറപ്പിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അതെ, കർത്താവ് വിശ്വസ്തനാണ്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ ഉറപ്പിച്ച് കാക്കും. ഹല്ലേലൂയ. ദൈവം നൽകുന്ന ദർശനങ്ങൾ അത് പൂർത്തീകരിക്കുന്നത് വരെയും ഒരുപാട് ശോധനകളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. പക്ഷെ ആ ശോധനകളിലും നമ്മളെ ദൈവം ദർശനം കാണിച്ചെങ്കിൽ അവിടെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ആ ഒരു ദർശനം, കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് നീ പോക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അതിലേക്ക് എത്തിപ്പെടുവാൻ ഒരുപാട് കാലങ്ങളെടുത്തു, ഒരുപാട് സ്ട്രഗിൾസ് എടുത്തു. അവന്റെ മകനായ യാക്കോബ് ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഇസ്രായേൽ എന്ന് പറയുന്നൊരു ജാതിയായി മാറുവാൻ അവിടെ എത്തത്തക്ക രീതിയിൽ ഒത്തിരി ത്യാഗങ്ങൾ അവൻ സഹിക്കേണ്ടി വന്നു. യോസേഫ് ദൈവിക ദർശനം കൊടുത്തവനാ, പക്ഷെ അവിടെ എത്തിച്ചേരുവാൻ, ആ പദ്ധതിയിലേക്കും ദൈവിക സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന്റെ വിളിയുള്ളവരും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിച്ചവരുമാണെങ്കിൽ, ദൈവത്തിന്റെ ആ ആഗ്രഹങ്ങളെ, ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട. ഒരുപാട് ശോധനകൾ വരും, ഒരുപാട് തള്ളപ്പെടൽ വരും. പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ ടെസ്റ്റാണ്, ദൈവം അനുവദിക്കുന്നതാണ്. അവിടെ ഒന്നും നിരാശപ്പെടരുത്. സമയമാകുമ്പോൾ ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. ദൈവിക ദർശനത്തിന്റെ പൂർത്തീകരണം നിങ്ങൾ കാണും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവം വിശ്വസ്തൻ. പൗലോസിനോട് ദൈവം പറയുന്നുണ്ട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. അപ്പോസ്തലരുടെ പ്രവൃത്തി 18-ാം അധ്യായം 10-ാം വാക്യം. പിന്നീട് ദൈവം പറയുന്നുണ്ട്, നീ കൈസറുടെ മുമ്പിൽ, നീ റോമിൽ നിൽക്കേണ്ടതാണ്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. ആമേൻ. ഹല്ലേലൂയ. അതിനു മുമ്പ് ആരൊക്കെ നിന്നെ കൊന്നുകളയുമെന്ന് പ്ലാൻ ചെയ്ത് ആഹാരം വെടിഞ്ഞ് നിന്നെ കൊല്ലുവോളം, ചീന്തിക്കളയുവോളം ആഹാരം കഴിക്കരുതെന്ന് തീരുമാനമെടുത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. വഴിയിൽ വെച്ചവരെ കൊല്ലുവാൻ പ്ലാൻ ചെയ്തവരുണ്ടായിരുന്നു. ഇതൊന്നും അല്ലാതെ വലിയ കടൽക്ഷോഭം ഉണ്ടായി, കപ്പൽ തകർന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പാമ്പ് കടിച്ചായിരുന്നു. ഇതെല്ലാം അതിജീവിച്ച് കർത്താവ് പറഞ്ഞ ദർശനത്തിൽ ദൈവം അവനെ എത്തിക്കുകയാണ്. നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തൻ. ആമേൻ. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ദൈവം വിശ്വസ്തനാണെന്ന് ഉറച്ചു നിന്നാൽ മതി. സംശയിക്കരുത്, ചോദ്യങ്ങൾ ചോദിക്കേണ്ട. ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ.
ആമേൻ. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് മാറ്റമില്ല. ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. എല്ലാവരും മാറിപ്പോകുമ്പോഴും ദൈവം നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുള്ളത് എനിക്കറിയാം. ഓരോ ദിവസവും ഈ ദൈവം തരുന്ന വചനങ്ങളെ ഇത് എന്നോടുള്ള ദൈവശബ്ദമായിരുന്നു എന്ന് എത്രയോ ആളുകൾ വിളിച്ചു പറയുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ശബ്ദം നിങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം നൽകുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ദൈവം നൽകുന്ന ആ വാഗ്ദത്തങ്ങൾ ദൈവം പൂർത്തീകരിക്കുവാനും ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തി ഇന്നത്തെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കാനാണ് ഈ ദൂത് നിങ്ങളുടെ കാതുകളിൽ ദൈവം എത്തിച്ചു തരുന്നത്. നിങ്ങൾ വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ദൈവം വിശ്വസ്തൻ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഒന്ന് ചേർന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം വിശ്വസ്തൻ. സമൂഹം, മറ്റുള്ളവർ, കർത്താവെ, ഞങ്ങളെ അറിയാവുന്നവർ ഇടുന്ന വിലയല്ല, ആ കാഴ്ചയല്ലല്ലോ അവിടുന്ന് ഞങ്ങളെ കാണുന്നു. ഞങ്ങളുടെ ഇന്റൻഷൻ അവിടെ നിന്ന് അറിയുന്നു. ഞങ്ങളുടെ ശരിയായ താല്പര്യങ്ങളെ നീ അറിയുന്നു. കർത്താവെ, അതിനനുസരിച്ച് ഞങ്ങളെ വിശ്വസ്തരെ നെണ്ണി ദൈവം ഞങ്ങളെ ആക്കുന്ന മേഖലകൾക്കായി സ്തോത്രം. കർത്താവെ, നീ വിശ്വസ്തനാകിയാൽ എല്ലാ വെല്ലുവിളികളെയും ജയിക്കുവാൻ, സകലത്തെ അതിജീവിച്ച് ദൈവിക പദ്ധതിയിൽ എത്തിച്ചേരുവാനും സഹായിക്കണം. ഇന്ന് ദൈവത്തിന്റെ അത്ഭുതം കാണുവാനായി പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കായി, ഇന്നൊരു ദൈവപ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കൾക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണുന്ന ദിവസമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവരങ്ങൾക്ക് തന്നെ മക്കളെ സമർപ്പിക്കുന്നു. വിശ്വസ്തനായിരിക്കാൻ നന്ദി, യേശുവിൻ നാമത്തിൽ. അമേൻ, അമേൻ, അമേൻ. ദൈവം വിശ്വസ്തൻ. കർത്താവ് കൂടെ ഉണ്ട്. കർത്താവ് തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അമേൻ. ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.